നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE കൊറോണയെ അതിജീവിക്കുന്നതിന്റെ അതിവേഗ പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ശുഭകരമായ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ UAE ഇത്തരത്തിൽ കൊറോണയെ അതിജീവിക്കുന്നതിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങളും UAEയുടെ മാതൃക പിന്തുടരുന്നതിനാൽ തന്നെ കൂടുതൽ കൊറോണ കേസുകൾ ഈയിടെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന വാർത്തയും നമുക്ക് സന്തോഷം പകരുകയാണ്, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക്. UAEയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കോവിഡ് കാരണമുള്ള ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതേസമയം പുതുതായി 313 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ചികിത്സയിലായിരുന്ന 393 പേർക്ക് രോഗം ഭേദമാവുകയും ചെയ്തു. അതായത് രോഗം ബാധിക്കുന്നവരിൽ നിന്നും രോഗം ഭേദമാകുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. 52,000 പുതിയ പരിശോധനകൾ നടത്തിയപ്പോഴാണ് പുതിയ 313 രോഗികളെ കണ്ടെത്താനായത് പോലും. ഇതോടെ ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 58,562 ഉയർന്നു. എന്നാൽ തന്നെയും ഇതിൽ 51,628 പേർ ഇതിനോടകം തന്നെ രോഗമുക്തി നേടുകയും ചെയ്തു. 343 പേരാണ് മരണപ്പെട്ടത്. ഇപ്പോൾ 6,591 കോവിഡ് രോഗികളാണ് രാജ്യത്ത് നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ദുബായ് അതിർത്തിയിലെ ഇപ്പോഴത്തെ യാത്രാ നിയന്ത്രണങ്ങളും UAEയിലെ രോഗവ്യാപനം തടയുന്നതിൽ വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ് ശുഭവാർത്ത. ഗന്തൂത്തിലെ ദ്രുത പരിശോധനാ സംവിധാനം കുറ്റമറ്റതാണ്. അതോടൊപ്പം തന്നെ ലേസർ സാങ്കേതികത ഉപയോഗിച്ച് 5 മിനിറ്റിൽ ഫലം ലഭിക്കുന്ന DPI പരിശോധനയാണ് ഇവിടെ നടന്നു വരുന്നത്. കുടുംബങ്ങൾക്കും വനിതകൾക്കും മറ്റുള്ളവർക്കും പ്രത്യേക സൗകര്യം ഒരുക്കിയാണ് പരിശോധന ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുൻകൂട്ടി അനുമതിയെടുത്ത് പരിശോധനയ്ക്ക് എത്തുന്നവരായതിനാൽ തന്നെ അതിർത്തിയിലെ തിരക്കിനും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞതായി ചുമതലയുള്ള താമോ ഹെൽത്ത് കെയർ വക്താവ് അബ്ദുള്ള അൽ റാഷിദി അറിയിച്ചു. ഒരു ദിവസം 2,600 യാത്രികർക്ക് സുഗമമായി പരിശോധന നടത്താൻ ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. എന്നാൽ ഓൺലൈനിൽ അപേക്ഷിച്ച് പരിശോധനയ്ക്ക് അനുമതി ലഭിക്കാൻ ഒരാഴ്ചയിലധികം വേണ്ടിവരികയും ചെയ്യുന്നു. എമിറേറ്റുകളിലേക്കുള്ള യാത്രകൾക്ക് കൂടുതൽ പേർ എത്തുന്നതിനാലാണ് ഇത്തരത്തിൽ പ്രതിസന്ധി ഉരുവായിരിക്കുന്നത്. എന്നാൽ തന്നെയും പുതിയ പരിശോധനാ കൂടാരം നിർമ്മാണത്തിലാണ്. ഇത് പൂർത്തിയാവുന്നതോടെ കാത്തിരിപ്പ് 2 ദിവസത്തേക്ക് ചുരുക്കാൻ കഴിയുമെന്നും റാഷിദി അറിയിച്ചു. DPI പരിശോധനാ സംവിധാനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ DPI പരിശോധനാ സംവിധാനം കൂടുതൽ അറബ് രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.